എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധുകിരൺ ഹിന്ദി പാഠ്മാല ക്ലാസ് 6 ലെസൺ 2 നാട്ടക്കാണ് ഇന്ന് പറയാൻ പോകുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. പ്രോത്സാഹനം അത്യാവശ്യമാണ്. അതുപോലെ കമൻസും ചെയ്യുക. ശരാരത് കർനെ കാ ക്യാ പരിണാം ഹോത്താ ഹൈ. ശരാരത്ത് എന്ന് വെച്ചാൽ കുറുമ്പ്, കർണ എന്ന് വെച്ചാൽ ചെയ്യുന്നതിന്, ക്യ എന്താണ്, പരിണാം എന്ന് വെച്ചാൽ ഫലം, ഹോത്താ ഹെ കുസൃതി കുറുമ്പ് കാണിക്കുന്നതിൻ്റെ ഫലം എന്തായിരിക്കും. ശരാരത് കർണേക്ക ക്യാ പരിണാം ഹോത്താ ഹെ. ജഗത് കിസ് ചീസ് को ना सहने की बात कर रहा है. जगत किस चीज़ को ना सहने की बात कर रहा है. ജഗത് കിസ് ചീസ് എന്ത് കാര്യമാണ് സഹിക്കാൻ, സഹനം എന്ന് വെച്ചാൽ സഹിക്കുക, സഹിക്കാൻ പറ്റാത്ത കാര്യം പറയുന്നത്. ജഗത്ത് സഹിക്കാൻ പറ്റാത്ത എന്ത് കാര്യമാണ് എന്ന് ജഗത് പറയുന്നത്. ക്യാ ആപ്കോ നാടക് ഖേൽന അച്ഛാ ലഗ്താ ഹെ. ക്യാ എന്താ, ആപ്കോ താങ്കൾക്ക്, നാടക് എന്ന് വെച്ചാൽ നാടകം, ഖേൽന എന്ന് വെച്ചാൽ കളിക്കാൻ, അച്ഛ എന്നിട്ട് ഇഷ്ടം, ലഗ്താ ഹെ അതായത് താങ്കൾക്ക് നാടകം കളിക്കാൻ ഇഷ്ടമാണോ. ക്യാ ആപ്കോ നാടക് ഖേൽന അച്ഛാ ലഗ്താ ഹെ. आपने किस किस विषय पर नाटक देखे और खेले हैं. आपने താങ്കൾ, കിസ് 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 ഏത് ഏത്, വിഷയ് എന്ന് വെച്ചാൽ വിഷയം, പർ നാടക് എന്ന് വെച്ചാൽ നാടകം, ദേഖെ ഔർ ഖേലെ ഹെ. ദേഖെ എന്ന് വെച്ചാൽ കണ്ടിട്ടുള്ളത്, അവർ കളിച്ചിട്ടുള്ളത്. आपने किस किस विषय पर नाटक देखे और खेले हैं. താങ്കൾ ഏതേത് വിഷയത്തിലുള്ള നാടകം കണ്ടിട്ടുള്ളതും കളിച്ചിട്ടുള്ളതും. വായിച്ചോളാം. സർ അബ് നഹീ സഹാ ജാത്താ ഹൈ. സർ ഇനി സഹിക്കാൻ പറ്റൂല. ക്യോं എന്താ. ആജ് ഫിർ കുച്ച് ഹുവാ. ഇന്ന്, ആജ് എന്ന് ഇന്ന്, ഫിർ പിന്നെയും, കുച്ച് എന്തെങ്കിലും, ഹുവാ ഒന്ന് സംഭവിച്ചോ. ആജ് ക്യോं ആജ് ഫിർ കുച്ച് ഹുവാ. എന്താ ഇന്ന് എന്തെങ്കിലും സംഭവിച്ചോ. ജി ആജ് സവരെ സതീഷ് ജി ആജ് സവരെ സതീഷ് ने रत्नेश की कमीज पर किवान चिपका दी. जी जी ആജ് സവരെ സതീഷിനെ, അതായത് ആജ് ഇന്ന്, സവരെ രാവിലെ, സതീഷിനെ രത്നേഷ് സതീഷ് രത്നേഷിൻ്റെ കമീസ് കുപ്പായത്തിൽ വർ കിവാൻസ് ചിപ്കാതി. കിവാൻസ് വെച്ചാൽ നായ്ക്കുരു, അല്ലെങ്കിൽ ഇത് ചൊറിയുന്ന ഒരു ചെടി കണ്ടുള്ള, അതാണ് കിവാൻസ് എന്ന് പറയുന്നത് കേട്ടോ. കിവാൻസ്. ജി ആജ് സവരെ സതീഷിനെ രത്നേഷ് की कमीज पर किवान चिपका दी. क्या तुमने देखा. എന്താ നീ കണ്ടോ. हाँ मैंने देखा था. आप पढ़ा रहे थे. हाँ मैंने ഞാൻ देखा കണ്ടു. हाँ मैंने देखा था. आप पढ़ा रहे थे. താങ്കൾ പഠിപ്പിക്കുകയായിരുന്നു. പഠാ എന്ന് വെച്ചാൽ പഠാ രഹേ थे. പഠാ എന്ന് വെച്ചാൽ പഠിപ്പിക്കുക. സതീഷ് രത്നേഷ് के पास आकर बैठा. സതീഷ് രത്നേഷ് के पास आकर बैठा. സതീഷ് രത്നേഷിൻ്റെ അടുത്ത് വന്നിരുന്നു. व्योमेश ने अपने बैग से किवांश निकाली और चुपके से सतीश को दे दी. വ്യോമേഷ് ने अपने बैग से, വ്യോമേഷിൻ്റെ ബാഗിൽ നിന്ന് കിവാൻസ് നിക്കാലി, കിവാൻസ് പുറത്തെടുത്തു. കിവാൻസ് എന്ന് പറഞ്ഞല്ലോ, നായ്ക്കുരു അല്ലെങ്കിൽ ചൊറിയുന്ന ഒരു ചെടിയുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ചൊറിയുന്നത്, അതായത് ദേഹത്ത് ചൊറിയുന്നത്. നിക്കാലി और चुपके से सतीश को दे दी. വ്യോമേഷ് ने अपने बैग से किवांस निकाली. അതായത് വ്യോമേഷിൻ്റെ ബാഗിൽ നിന്ന് കിവാൻസ് എടുത്ത് ശേഷം അവർ ചുപ്കെ സെ സതീഷ് കോ ദേ ദി. അതായത് രഹസ്യമായിട്ട് സതീഷിന് കൊടുത്തു. ചുപ്കെ രഹസ്യം, ഒളിച്ച്, അതൊക്കെ കേട്ടോ. സതീഷിനെ രത്നേഷ് की कमीज पर चिपका दी. സതീഷ് രത്നേഷ്
സതീഷ് രത്നേഷിൻ്റെ കുപ്പായത്തിൽ തേച്ചു അല്ലെങ്കിൽ ഒട്ടിച്ചു. ചിപ്ക എന്ന് വെച്ചാൽ ഒട്ടിക്കുക അല്ലെങ്കിൽ തേച്ചു കേട്ടോ. सतीश ने रत्नेश की कमीज पर चिपका दी. इसका मतलब है कि व्योमेश भी पढ़ाई में लापरवाही कर रहा है और सतीश का साथ दे रहा है. इसका मतलब ഇതിൻ്റെ അർത്ഥം है कि व्योमेश भी पढ़ाई में लापरवाही, അതായത് വ്യോമേഷ് इसका मतलब है कि വ്യോമേഷും भी പഠായി അത് പഠനത്തിൽ में लापरवाही अलसद कर रहा है, अश्रद्धा, लापरवाही अश्रद्धा है और सतीश का साथ दे रहे हैं. എന്നിട്ട് സതീഷിൻ്റെ കൂടെ കൂട്ടുകൂടുകയാണ്. जी सर बोले यह तो ठीक नहीं है. सर बोले सर പറഞ്ഞു यह तो ठीक नहीं है, ഇത് ശരിയല്ല. इससे दोनों को नुकसान होगा, ഇത് രണ്ടുപേർക്കും നഷ്ടങ്ങളുണ്ടാക്കും. नुकसान से നഷ്ടമുണ്ടാക്കും. ऐसे ही शरारत करते रहे तो दोनों पढ़ाई में पिछड़ जाएंगे, फेल भी हो सकता है. ऐसे ही शरारत करते रहे तो, शरारत से കുറുമ്പ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ऐसे ही शरारत करते, ഇങ്ങനെ കുറുമ്പ് കാണിച്ചു കൊണ്ടിരുന്നാൽ दोनों പഠായി, അത് രണ്ടുപേരും പഠനത്തിൽ में पिछड़ जाओगे, പുറകോട്ട് പോകും. फेल भी हो सकता है, फेल भी हो सकता है, फेल ആകാനും സാധ്യതയുണ്ട്. जगत പറഞ്ഞു सर उन्हें कोई समझा भी तो नहीं सकता है. सर അവരെ कोई समझा മനസ്സിലാക്കിക്കുക भी तो नहीं सकता है, പറ്റത്തില്ല. नहीं तो समझा भी तो नहीं सकता, അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റത്തില്ല. ये दोनों जुलाई से ही शरारतें कर रहे हैं. ഇവർ രണ്ടുപേരും ജൂലൈ തൊട്ട് लापरवाही कर रहे. ये दोनों जुलाई से ही शरारतें कर रहे हैं. ഇവർ ജൂലൈ മാസം തൊട്ട് ഇങ്ങനെ കുറുമ്പും കുസൃതിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. एक बार मैंने समझाने की कोशिश की थी, ഞാൻ ഒരു വട്ടം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. तो उल्टे मुझे ही डराने लगे, അപ്പോൾ അത് പകരം അവർ തിരിച്ച് എന്നെ പേടിപ്പിക്കാൻ തുടങ്ങി. तुम्हें डराने നിന്നെ ഡരാനെ ലगे, നിന്നെ പേടിപ്പിക്കാൻ തുടങ്ങിയോ. സർക്ക് ആശ്ചര്യ, സാറിന് ആശ്ചര്യം ഉണ്ടായി. ये तो होम करते हाथ जलने की बात हुआ. ये तो होम करते हाथ जलने की बात हुआ. ഇത് ഹോമം ചെയ്തുകൊണ്ട് കൈ പൊള്ളുന്ന കാര്യമായി മാറി. गई പോയി. अच्छा काम करने चलो और हो गया नुकसान. अच्छा काम, നല്ല കാര്യം ചെയ്യാൻ करने चलो പോവുകയും और हो गया नुकसान, അങ്ങനെ നുക്സാൻ നഷ്ടമുണ്ടായി. നല്ല കാര്യം ചെയ്യാൻ പോയിട്ട് നഷ്ടമുണ്ടായി. हाँ सर, मैंने सतीश और व्योमेश से कहा. हाँ सर, ഞാൻ സതീഷും വ്യോമേഷിനോടും പറഞ്ഞു. तुम दोनों अपने साथियों को परेशान करते हो. तुम दोनों अपने साथियों को परेशान करते हो. तुम दोनों, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സാഥിയം കൂട്ടുകാരെ അല്ലെങ്കിൽ സഹപാഠികളെ കോ പരേശാൻ കർത്തേ ഹോ, അതായത് ബുദ്ധിമുട്ടിക്കുകയാണ്. പരേശാൻ ബുദ്ധിമുട്ടിക്കുകയാണ്. तुम दोनों अपने साथियों को परेशान करते हो. सभी साथी तुम्हारी बुराई करते हैं. സബി സാത്തി, അത് എല്ലാവരും, എല്ലാ സഹപാഠികളും തുമ്ഹാരെ, നിങ്ങളെ ബുറായി എന്ന് വെച്ചാൽ നിങ്ങളെപ്പറ്റി മോശം പറയുകയാണ്. ബുറായി എന്ന് വെച്ചാൽ മോശം സംസാരിക്കുന്നു, അത് മോശം പറയുന്നു. സബ് കഹത്തെ ഹൈ കി ഉൻ ദോനോ സെ കുച്ച് മത് കഹന. എല്ലാവരും പറയുന്നു ഇവർ രണ്ടുപേരോട് ഒന്നും പറയരുതെന്ന്.
नहीं तो खैर नहीं. അക്കേലെ പാക്കർ दोनों मारपीट कर बैठेंगे. ഒറ്റയ്ക്ക് കിട്ടിയാൽ രണ്ടുപേരും അടികൂടും. സതീഷ് और व्योमेश ने क्या कहा? സതീഷും വ്യോമേഷും എന്ത് പറഞ്ഞു? സർനെ പൂച്ച, സർ ചോദിച്ചു. दोनों बड़े खुश हुए. അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷമാണ്. बोले इसका मतलब है कि पूरी कक्षा हमसे डरती है. ആ बोले इसका मतलब ഇതിനർത്ഥം कि पूरी कक्षा എല്ലാ ക്ലാസ്സിലുള്ളവരും हमसे डरती है നമ്മളോട് ഭയക്കുന്നു. डरना ही चाहिए, പേടിക്കേണ്ടത് തന്നെയാണ്. हम दोनों जैसी ताकत किसी में नहीं है. നമ്മുടെ അത്ര ആരോഗ്യം ആർക്കും ഇല്ല. ये तो सही है, ഇത് ശരിയാണ്. पर यदि तुम कहीं फेल हो गए तो ये तो सही है, ഇത് ശരിയാണ്. पर यदि तुम कहीं फेल हो गए तो നീ ഫെയിൽ ആവുകയാണെങ്കിലോ? मैंने कहा फेल हम लोगों को कौन फेल करेगा? ഞങ്ങളെ ആര് ഫെയിൽ ആക്കും? शहर के सबसे रईस घर के लड़के हैं. സിറ്റിയിലെ ഏറ്റവും സമ്പന്നനായ കുടുംബത്തിലെയാണ്. ഹം ദോനോ, ഞങ്ങൾ രണ്ടുപേരും. പ്രിൻസിപ്പൽ സാബ് തക് ഹമാരെ ഘർ ജാത്തെ ഹെ. പ്രിൻസിപ്പൽ സാറും ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട് അല്ലെങ്കിൽ പോകാറുണ്ട്. അവർ ഹം ലോഗോं के पापा को हाथ जोड़ते हैं. അത് ഞങ്ങളുടെ പിതാവിന് അച്ഛന് കൈ കൊടുക്കുകയും ചെയ്യുന്നു. പാപ്പ ഉൻസെ ബാത്തേ കർത്തേ ഹെ. പാപ്പ അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഉന്നെ മിഠായി ഭി ഖിലാത്ത ഹെ. അവർക്ക് മിഠായിയും കൊടുക്കുന്നു. ഖിലാത്ത എന്ന് വെച്ചാൽ കഴിപ്പിക്കുക. ഉന്നെ മിഠായി ഭി ഖിലാത്ത ഹെ. तो क्या प्रिंसिपल साहब तुम्हें पास करवा देंगे? प्रिंसिपल साहब बड़े खड़े हैं और नियम के विरुद्ध कुछ काम नहीं करेंगे. तो क्या ഇനി എന്താ? इससे प्रिंसिपल साहब तुम्हें पास करवा देंगे. അതിനെന്താ? പ്രിൻസിപ്പൽ സാബ് നിങ്ങളെ പാസ്സാക്കുമോ? പ്രിൻസിപ്പൽ സാബ് ബഡേ ഖഡേ ഹെ. പ്രിൻസിപ്പൽ സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവർ നിയം കെ വിരുദ്ധ കുച്ച് കാം നഹി കരേംഗെ. അത് നിയമവിരുദ്ധമായി ഒരു കാര്യം ചെയ്യുകയില്ല. ജഗത് ने सर को आगे बताया. जगत सरिനോട് മുമ്പോട്ട് പറഞ്ഞു. मेरी बात सुनकर दोनों खूब हंसे. എൻ്റെ വാക്ക് കേട്ടിട്ട് രണ്ടുപേരും ഭയങ്കരമായിട്ട് ചിരിച്ചു. फिर बोले, ശേഷം പറഞ്ഞു. फिर എന്ന് വെച്ചാൽ ശേഷം, പിന്നീട്. फिर बोले जा പോ, तू रट्टा मार എന്ന് വെച്ചാൽ നീ പഠിക്കുക, നീ കാണാപ്പാടം പഠിക്കുക, അല്ലെങ്കിൽ പഠിച്ചങ്ങ് മരിക്കുക. तू ही रात दिन पढ़, നീ മാത്രം പകൽ പഠിക്കുക. जब बिना पढ़े ही हम लोग प्रथम श्रेणी ला सकता है तो जब बिना पढ़े जब ഞങ്ങൾ പഠിക്കാണ്ട് हम लोग ഞങ്ങൾ പ്രഥം ശ്രേണി, അതായത് ഫസ്റ്റ് റാങ്ക് അല്ല ഫസ്റ്റ് ക്ലാസ്, ഉയർന്ന മാർക്ക് കേട്ടോ. പ്രഥം എന്ന് വെച്ചാൽ മുമ്പിൽ, ഫസ്റ്റ്. प्रथम श्रेणी ला सकते हैं तो पढ़ाई के लिए कौन जानते. അപ്പോൾ പഠിക്കാണ്ട് തന്നെ ഞങ്ങൾക്ക് ഒന്നാം റാങ്കിൽ എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ പഠിക്കാനായി ആര് ജീവൻ കൊടുക്കാൻ. हम लोगों के पास तो बहुत बड़ा सोर्स है. हम लोगों के पास, ഞങ്ങളുടെ കയ്യിൽ വലിയ സോഴ്സുകളുണ്ട്. मैंने कहा, ഞാൻ പറഞ്ഞു. तुम फ्रम में हो, चेत जाओ तो अच्छा. बहुत पढ़
चढ़कर मत बोलो, बहुत बढ़ चढ़कर मत बोलो, അത് നീ കയറി അങ്ങോട്ട് കൂടുതൽ പറയണ്ട. दोनों ने कहा. साथी हो तो इसका मतलब यह नहीं है. സാത്തി ഹേന ഹേത്തോ, അതായത് കൂട്ടുകാരാണെങ്കിൽ അതിനർത്ഥം ഇതല്ല. കി തും ഹമേ ഉപദേശിച്ചോ, കൂട്ടുകാരൻ എന്നാൽ അല്ലെങ്കിൽ സഹപാഠി എന്നാൽ നിൻ്റെ അതിനർത്ഥം അതല്ല, നീ ഞങ്ങൾക്ക് ഉപദേശം തരിക. और अगर ज़्यादा बोले तो, നീ കൂടുതൽ പറഞ്ഞാൽ. और अगर ज़्यादा बोले तो, അത് ഭയപ്പെടുത്തണം. ज़्यादा बोले तो, നീ കൂടുതൽ പറഞ്ഞാൽ. ജഗത് ने आगे कुछ नहीं कहा. ജഗത് പിന്നീട് ഒന്നും പറഞ്ഞില്ല. സിർഫ് ഇतना ही और कहा, സിർഫ് ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. इन दोनों के कारण लड़के कुछ ज़्यादा ही डरने लगे हैं. ഇവർ രണ്ടുപേര് കാരണം ഡർന്ന ഇവിടെ ഡർന്ന इन दोनों के कारण लड़के, കാരണം എന്ന് വെച്ചാൽ കാരണം, ലड़के कुछ ज़्यादा, ज़्यादा എന്ന് വെച്ചാൽ കൂടുതൽ, ही डरने, डरने എന്ന് വെച്ചാൽ ഭയപ്പെടാൻ, പേടിക്കാൻ, लगे हैं. कक्षा में अशांति रहती है. ക്ലാസ്സിൽ അശാന്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജബ് കക്ഷ ചൽത്തി രഹത്തി ഹെ, അപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ജബ് കക്ഷ എന്ന് വെച്ചാൽ ക്ലാസ്, ചൽത്തി എന്ന് വെച്ചാൽ നടന്നുകൊണ്ടിരിക്കുക, രഹത്തി ഹെ യെ ലടുക്കോ കോ ധ്യാൻ ഇധർ ഉധർ ബടാത്ത ഹെ, അതായത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പം കുട്ടികളുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. കബി കിസി പർ कंकड़ी फेंकते हैं और कभी कागज़ की चींटी. കങ്കടി എന്ന് വെച്ചാൽ കല്ല് കഷ്ണം, അല്ലെങ്കിൽ എന്തെങ്കിലും കല്ല് കഷ്ണം കേട്ടോ. കബി കിസി പർ കക്കടി ഫേക്തേ ഹെ, कंकड़ी फेंकते हैं और कभी कागज़ की चींटी. ചില സമയത്ത് കല്ല് കഷ്ണം, ക്ലാസ് നടന്നിരിക്കുമ്പം കല്ല് കഷ്ണം ചിലർ ദേഹത്ത് എറിയുന്നു. ചില സമയത്ത് കാഗസ്, പേപ്പർ കഷ്ണം, കീറിയ പേപ്പർ കഷ്ണങ്ങളിൽ വെച്ച് അത് എറിയുന്നു. സർ ജഗത് കോ ബഹുത് മാനത്തെ ഹെ, സർ ജഗത്തിനെ ഒരുപാട് മാനിക്കുന്നു. ജഗത് പഠനമേ അച്ഛാ ഹെ, ജഗത് പഠിക്കാൻ നല്ലവനാണ്, മിടുക്കനാണ്. വ അച്ഛ അഭിനേതാവി ഹെ, അവൻ നല്ല ഒരു അഭിനേതാവ് കൂടിയാണ്. നാടക് മേ ബരാബർ ഭാഗ് ലെത്താ ഹെ, നാടകത്തിൽ ബരാബർ അവൻ്റെ കറക്റ്റായിട്ട് പങ്കെടുക്കുന്നു. കവിതാം ഭി ലിഖ്താ ഹെ, കവിതയും എഴുതാറുണ്ട്. അവർ കഹാനിയാ ഭി, കഥകളും എഴുതാറുണ്ട്, സ്റ്റോറീസും. സഭി സാത്തി ഉസ്ക ആദർ കർത്താ ഹെ, എല്ലാവരും അവനെ ബഹുമാനിക്കുന്നു. പ്രിൻസിപ്പൽ സാബ് ഭി ഉസ്കി ബഡായി കർത്താ ഹെ, പ്രിൻസിപ്പൽ സാബും അവനെ പൊക്കി പറയാറുണ്ട്, അവനെ എന്താ പറയുക, പ്രൈസ് ചെയ്യാറുണ്ട്. ജഗത് മേരെ ദിമാഗ് മേ ഉപായ് आ गया है. उम्मीद है इन दोनों लड़कों पर उसका असर पड़ेगा. जगत मेरे दिमाग में उपाय आ गया है. എൻ്റെ തലയിൽ ഒരു സൊല്യൂഷൻ വന്നിട്ടുണ്ട്. ഉപായ് മീൻസ് സൊല്യൂഷൻ. ഇൻ ദോനോ ലഡ്കോ പർ ഉസ്ക അസർ പടേഗ, ഇവർ രണ്ടുപേർക്ക് അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും. ക്യാ ഉപായ് സോച്ചാ ഹെ സർ, സാർ എന്ത് സൊല്യൂഷനാണ് ചിന്തിച്ചിരിക്കുന്നത്? ഉപായ് എന്ന് വെച്ചാൽ സൊല്യൂഷൻ. अपने स्कूल का വാർഷികോത്സവ് ആ രഹാ ഹെ, നമ്മുടെ സ്കൂളിൻ്റെ ആനിവേഴ്സറി വരുന്നുണ്ട്. വാർഷികോത്സവം എന്ന് വെച്ചാൽ ആനിവേഴ്സറി, നോട്ട് കേട്ടോ. വാർഷികോത്സവ് पर हर साल नाटक होता है. ആനിവേഴ്സറി, വാർഷികോത്സവം വെച്ചാൽ ആനിവേഴ്സറിയിൽ എല്ലാ വർഷവും നാടകം നടക്കാറുണ്ട്. നാടക് തോ മേ ഹി ലിഖ്താ ഹൂം, നാടക് ഞാനാണല്ലോ എഴുതുന്നത്, ഞാൻ തന്നെയാണ് എഴുതുന്നത്. അബ്കി നാടക് മേ ഹസി, അബ്കി നാടക് മേ ഇസി വിഷയ കോ ലൂങ്ക, ഈ പ്രാവശ്യം ഞാൻ ഈ വിഷയത്തെ എടുക്കും. और दो बिगटेल लड़कों की बात करूँगा, ഈ പ്രാവശ്യം ഞാൻ ഈ വിഷയം നാടകത്തിൽ എടുക്കും. और दो बिगटेल വഴി പിഴച്ച അല്ലെങ്കിൽ കുറുമ്പ്, വിക്ടേൽ ലഡ്കോം കി ബാത് കറുങ്ക, വഴി പിഴച്ച ഈ രണ്ടുപേരുടെ കാര്യം പറയും. हाँ सर यहाँ बढ़िया
हाँ सर ये बढ़िया रहेगा सर ഇത് നല്ലതായിരിക്കും जब नाटक में इनका नाम आएगा तो ये अपनी कारशतानी समझेंगे हाँ सर ये बढ़िया रहेगा സർ ഇത് നല്ലതായിരിക്കും ജബ് നാടക് മേ ഇൻക നാം ആയേഗ നാടകത്തിൽ ഇവരുടെ പേര് വരുവാണെങ്കിൽ तो ये अपनी कर्शतानी समझेंगे तो अपनी कर्शतानी अपना कर्शतानी से वही पर से कुरुंब कुसृति समझेंगे और शरारत करना छोड़ देंगे कुरुंब കാണിക്കാൻ വിടും വാർഷികോത്സവം में ये रहेंगे ही വാർഷികോത്സവത്തിൽ ആനിവേഴ്സറി ഇത് ഉറപ്പായിട്ടും ഉണ്ടാവും रहेंगे ही उम्मीद तो यही है कि नाटक का इन पर अवश्य अवसर उम्मीद तो यही है कि नाटक का इन पर अवश्य अवसर पड़ेगा सर ने कहा उम्मीद तो प्रतीक्षिക്കുന്നു तो उम्मीद से प्रतीक्षा तो यही है कि नाटक का इन पर अवश्य असर पड़ेगा ഇതിൻ്റെ പ്രതിഫലനം എന്തായാലും നാടകത്തിൻ്റെ ഉറപ്പായിട്ടും അവശ്യ തീർച്ചയായിട്ടും അവരിലുണ്ടാവും സർനെ കഹ വാർഷികോത്സവ का समय आ गया ആനിവേഴ്സറിയുടെ സമയം വന്നു വാർഷികോത്സവം में कई गीत हुए ഗാനങ്ങൾ ഒരുപാടുണ്ടായി സംഗീത് भी हुआ സംഗീതം ഉണ്ടായി दो लड़कों ने विद्यार्थियों के कर्तव्य पर व्याख्यान दिया और फिर नाटक शुरू हुए वार्षिकोत्सव का समय आ गया वार्षिकोत्सव സമയം വന്നു വാർഷികോത്സവ में कई गीत हुआ ഒരുപാട് പാട്ടുകൾ ഉണ്ടായി സംഗീതവും ഉണ്ടായി दो लड़कों ने विद्यार्थियों के कर्तव्य पर व्याख्यान भी दिया രണ്ട് കുട്ടികൾ ഈ വിദ്യാർത്ഥികളുടെ കർത്തവ്യ पर व्याख्यान भी दिया और फिर नाटक शुरू हुआ ശേഷം നാടകം शुरुआई തുടങ്ങി नाटक में हंसी का प्रसंग भी था നാടകത്തിൽ ചിരിയുടെ അവസരമുണ്ടായി അവസരമുണ്ടായി और दुख का भी दुखത്തിൻ്റെ ഉണ്ടായി एक गरीब लड़का ने कैसे कठोर मेहनत करके प्रथम श्रेणी प्राप्त किया അത് एक गरीब लड़का പാവപ്പെട്ട ലड़का പയ്യൻ ചെറുക്കൻ ने कैसे कठोर मेहनत അതായത് എങ്ങനെ കഠിന പ്രയത്നം ചെയ്തു करके प्रथम श्रेणी प्राप्त किया ഫസ്റ്റ് റാങ്ക് നേടിയത് പ്രഥം എന്ന് വെച്ചാൽ ആദ്യം ഫസ്റ്റ് ശ്രേണി ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് മേടിച്ചത് ഇസ്കി ചർച്ച തീ ഇതിൻ്റെ ചർച്ചയായിരുന്നു ഫിർ ഏക് പ്രസംഗ് ആയ പിന്നെ ഒരു ഏക് പ്രസംഗ് ആയ ഒരു അവസരം വന്നു जिसमें अभिनेता मंच पर आकर अपने साथी से कहता है आज मैंने उस लड़कों की बात सुनी तो दुख हुआ साथी बोला दुख क्यों हुआ കൂട്ടുകാരൻ പറഞ്ഞു എന്താ ദുഃഖിക്കുന്നത് എന്തുകൊണ്ടായി इसलिए कि उस लड़के को अपनी धन दौलत का बड़ा गुमान है इसलिए कि उस लड़कों को अपनी धन दौलत का बड़ा गुमान है അതായത് ആ കുട്ടികൾക്ക് ആ ചെറുക്കന്മാർക്ക് അവരുടെ സാമ്പത്തികത്തിൻ്റെയും എന്താ പറയുക സമ്പന്നതയുടെ അഹങ്കാരം ഗുമാൻ എന്ന് വെച്ചാൽ അഹങ്കാരം അല്ലെങ്കിൽ തോന്നൽ കണ്ടോ ഗുമാൻ തോന്നൽ അത് അഹങ്കാരം തോന്നുന്നത് ഞാൻ എൻ്റെ കയ്യിൽ ഇത്രയുണ്ട് എന്ന് തോന്നൽ ഹേ വഹ് ബഡെ റൈസ് ഘർ കാ ലഡ്കാ ഹേ അവൻ വലിയ സമ്പന്ന കുടുംബത്തിലാണ് പഠനയ്ക്ക് ബജായ് वह अपनी कक्षा में ഊത്തം ही करता है ഊത്തം എന്ന് വെച്ചാൽ ബഹളം അല്ലെങ്കിൽ ക്ലാസ്സിൽ അലമ്പുണ്ടാക്കുന്നില്ല അലമ്പുത്തം കേട്ടോ पढ़ने के बजाय वह अपनी कक्षा में ऊधम ही करता रहता है यह तो बुरी बात है बुरी എന്ന് വെച്ചാൽ മോശം ഇത് മോശം കാര്യമാണ്
उसका साथी बोला, यह तो बुरी बात है, यह तो बुरी बात है, ഇത് മോശം കാര്യമാണ്. उसका साथी बोला, അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു. फिर कहा, ശേഷം പറഞ്ഞു, उसका कोई साथी नहीं है जो उसको समझाए. അവൻ്റെ കൂട്ടുകാരും അവനെ മനസ്സിലാക്കിക്കാൻ. नहीं, ഇല്ല. साथी तो है, കൂട്ടുകാരുണ്ട്. पर वह भी शरारती है, അവരും വികൃതരാണ്. विकृत എന്ന് വെച്ചാൽ शरारती എന്ന് വെച്ചാൽ കുറുമ്പ് കാണിക്കുന്നവരാണ്. शरारती है. दोनों मिलकर शरारत करते हैं, രണ്ടുപേരും ചേർന്ന് കുറുമ്പ് കാണിക്കാറുണ്ട്. वे यहाँ समझ ही नहीं पा रहा है, അവർക്ക് ഇവിടെ കാര്യമേ മനസ്സിലാവുന്നില്ല. कि वे अपना भविष्य बिगड़ रहे हैं, അവർക്ക് മനസ്സിലാവുന്നില്ല അവരുടെ ഭാവി നശിപ്പിക്കുകയാണ്. ബിഗട്ട് എന്ന് വെച്ചാൽ നശിക്കുക, ഭവിഷ്യ എന്ന് വെച്ചാൽ ഭാവി കേട്ടോ. क्या उनका तुम नाम भी जानते हो? എന്താ क्या എന്താ उनका तुम नाम भी जानते हैं, എന്താ നിനക്ക് അവരുടെ പേരറിയാവോ? हाँ 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 पर ठीक से नहीं, പക്ഷേ കറക്റ്റായിട്ട് അറിയില്ല. जो जानते हो वही बताओ, जो जानते हैं അറിയാവുന്നത് वही बताओ, അത് മാത്രം പറയാവോ. उनमें एक का नाम वही बताओ. उनमें एक का नाम शायद मनीष है और दूसरा का योगेश. उनमें एक का नाम, അവരിൽ ഒരാളുടെ പേര് ചിലപ്പോൾ മനീഷ് ആണ് തോന്നുന്നു, രണ്ടാമത്തേന് ദൂസരേക്ക യോഗേഷ്. ചിലപ്പോൾ शायद ചിലപ്പോൾ. यही नाम है, नहीं 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 ഇല്ല അല്ല. एक का नाम है സതീഷ്, ഒരാളുടെ പേര് സതീഷാണ്. और दूसरे का രണ്ടാമത്തേൻ്റെ വ്യോമേഷ്. സതീഷ് और व्योमेश ये तो मेरा साथी है. സതീഷും വ്യോമേഷും ये तो मेरा साथी है, ഇത് എൻ്റെ കൂട്ടുകാരാണ്. दूसरा അഭിനേത ബോല, അത് രണ്ടാമത്തെ അഭിനയിക്കാൻ വന്നവൻ പറഞ്ഞു ഇത് എൻ്റെ കൂട്ടുകാരാണ്. दर्शकों में सतीश और व्योमेश भी बैठे थे, കാണികളിൽ സതീഷും വ്യോമേഷും ഇരിപ്പുണ്ടായിരുന്നു. उन्हें लगा कि उनकी निंदा हो रही है, അവർ വിചാരിച്ച് അവരെ കളിയാക്കുകയാണ്, അത് അവരെ പരിഹസിക്കുകയാണ്. कुछ लड़के कुसुर पुसुर भी करने लगे, കുറച്ച് ചില കുട്ടികൾ അങ്ങോട്ടും ഇട്ടും കുസു പറയാനും തുടങ്ങി. नाटक के साथ ही वार्षिकोत्सव का काम समाप्त हो गया. നാട്ടകോടുകൂടി നമ്മുടെ ആനിവേഴ്സറിയുടെ പരിപാടി അവസാനിച്ചു. प्रिंसिपल साहब और अध्यक्ष महोदय ने कार्यक्रम की प्रशंसा की. അത് പ്രിൻസിപ്പളും അധ്യക്ഷനും ഈ പരിപാടിക്ക് പ്രശംസയും പറഞ്ഞു. अध्यक्ष महोदय ने कहा, विद्यार्थी नाटक से जरूर प्रभावित हुए हैं. അധ്യക്ഷൻ പറഞ്ഞു, നാടകത്തിൽ നിന്നും വിദ്യാർത്ഥികൾ ഉറപ്പായിട്ടും ഇതായിട്ടുണ്ട്, എന്താ प्रभावित हुआ. वे पढ़ाई में अपना पूरा ध्यान लगाएंगे, അവർ പഠനത്തിൽ മുഴുവൻ ശ്രദ്ധയും കൊടുക്കും. വാർഷികോത്സവ के दूसरे दिन छुट्टी थी. വാർഷികോത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിവസം അവധിയായിരുന്നു. तीसरे दिन स्कूल खुला, മൂന്നാമത്തെ ദിവസം സ്കൂൾ തുറന്നു. सभी विद्यार्थियों कक्षा में उपस्थित हुए, എല്ലാ കുട്ടികളും ക്ലാസ്സിൽ വന്നിരുന്നു. സതീഷ് और व्योमेश भी थे, സതീഷും വ്യോമേഷും ഉണ്ടായിരുന്നു. कक्षा ठीक से चली, ക്ലാസ് കറക്റ്റായിട്ട് നടന്നു. दोपहर के अवकाश में दो लड़कों ने सतीश और व्योमेश का नाम भी लिया. ഉച്ചക്കലത്തെ അവധി അതായത് ബ്രേക്കിൽ, അവകാശം വെച്ചാൽ അവധി കേട്ടോ, വെക്കേഷൻ അവധി. മേ ദോ, അത് ഉച്ച ലഞ്ച് ബ്രേക്ക്. दोपहर के अवकाश में दो लड़कों ने सतीश और व्योमेश का नाम भी लिया. ഉച്ചകലത്തെ ലഞ്ച് ബ്രേക്കിൽ സതീഷും വ്യോമേഷിനും രണ്ടുപേര് വിളിച്ചു. जिसे सुनकर सतीश भी हंस पड़ा और व्योमेश भी. അത് കേട്ട് സതീഷും ചിരിച്ചു, വ്യോമേഷും. फिर वे दोनों उन लड़कों के पास पहुंचे. അവർ രണ്ടുപേരും ആ രണ്ട് കൂട്ടുകാരുടെ അടുത്ത് എത്തി. जिन्होंने
सतीश और व्योमेश कहा था और बोले चलो दोस्त ശേഷം പറഞ്ഞു പോകാം ദോസ്ത് हम लोग आज मिलकर भोजन करेंगे ഇന്ന് നമ്മൾ ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കും ഭോജൻ എന്ന് വെച്ചാൽ ഊണ് കേട്ടോ ഭോജൻ എന്ന് വെച്ചാൽ ആഹാരം ഊണ് ലഞ്ച് എന്ന് പറയാം കേട്ടോ